ആസ് എ ഫിലിം മേക്കർ ഒരിക്കലും ഡിമാൻഡിങ് ആയിരുന്നില്ല. ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിലെ ചില ലൈൻസ് ഉണ്ട്, അത് വേണം എന്നുള്ള നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ ചില ഏരിയയിൽ സജഷൻസ് പറയും, എടാ ഇതങ്ങനെ ചെയ്യാം, വിനയ് ഇതങ്ങനെ ചെയ്യാം എന്നുള്ള തരത്തിൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യും ചില സാധനങ്ങൾ. അതായത് ഇതിങ്ങനെ മതി, അവരിങ്ങനെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്ഷനാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഇപ്പം ഞാൻ ഗോഡ്സെ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഷെറി ഗോവിന്ദൻ, ഷൈജു ഗോവിന്ദ് 2 ബ്രദേഴ്സ് ചെയ്ത പടം. അപ്പോൾ ഷെറിച്ചേട്ടൻ ഷോർട്ട് ഫിലിം മേക്കറായിരുന്നു, ബ്രില്യൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ള ആളാണ്. ആദിമത്യാന്തം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു. എന്താ പറയുക, അതായത് ഏറ്റവും മിനിമം ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആസ് ആൻ ആക്ടർ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ നമ്മളൊരു നല്ല കമേഴ്ഷ്യൽ ഫിലിംസ് അല്ലെങ്കിൽ നല്ല പോപ്പുലർ ഫിലിംസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക്കലിയുള്ള, അത് ഒരിക്കലും എവോർഡ് പടം എന്നുള്ള തരത്തിലല്ല. അതായത് ഇത് ഒരു പക്ഷേ വേണ്ടത്ര പോപ്പുലാരിറ്റി കിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടുന്നത്ര സാമ്പത്തിക വിജയം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഈ സിനിമയ്ക്കൊരു കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ജെനുവിൻ സ്ക്രിപ്റ്റ് ഉണ്ട്, ഈ സിനിമയ്ക്ക് ജെനുവിൻ ടീമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ നമ്മളുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രയോറിറ്റീസ് നോക്കിയിട്ട് അത് ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. നമ്മൾ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത്, അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു നാടകക്കാരനാണ്, അല്ലെങ്കിൽ നാടകത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഗോഡ്സെ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഏരിയയിൽ ഷെറിച്ചേട്ടൻ ഭയങ്കര കാൽക്കുലേറ്റഡ് ആണ്. ഓരോ ഇതിലും പുള്ളിക്ക് അറിയാം ഈ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു ഏരിയയിൽ എനിക്ക് തോന്നിയിരുന്നു, അതായത് ഇങ്ങനെ ചെയ്തത് വർക്കൗട്ടാകും, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു മേജർ അതായത് ക്ലൈമാക്സ് പോലത്തെ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഇയാൾ പ്രൊജക്റ്റീവായിരിക്കും കുറച്ച്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് ഇയാൾ സംസാരിക്കുമായിരിക്കും. അല്ലെങ്കിൽ അപ്പം ഞാൻ ഷെറിച്ചേട്ടനോട് പറഞ്ഞപ്പോൾ ഷെറിച്ചേട്ടൻ പറഞ്ഞു, വിനയ് കാര്യം ഷെറിച്ചേട്ടൻ A to Z പ്ലാൻഡാണ് എല്ലാം. അദ്ദേഹം പറഞ്ഞു, ഞാനിതിനിങ്ങനെയാണ് വിനയ് കൺസീവ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഷെറിച്ചേട്ടൻ, ആദ്യം നമുക്കത് ചെയ്യാം. ഞാൻ ആദ്യം അത് ചെയ്തു, ഷെറിച്ചേട്ടൻ്റെ വേർഷൻ ചെയ്തു. അതിന് രണ്ടാമത് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. ചിലപ്പോൾ ഇത് വിഡ്ഢിത്തരമായിരിക്കാം, ചിലപ്പോൾ ഇത് എന്താ പറയുക, ഇത് ഒട്ടും വർക്കിംഗ് അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഇത് മോശമായിരിക്കാം. പക്ഷേ ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. ഷെറിച്ചേട്ടൻ പറഞ്ഞു, ഞാൻ ഉച്ച വരെ ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം. കാര്യം നമ്മൾ അങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു കൂട്ടായ്മ എന്നാണ് സിനിമ ഉണ്ടാകുന്നത്. ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്ത് തന്നെ പടം ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഷെറിച്ചേട്ടൻ പറഞ്ഞു ഓക്കെ വിനയ് ടേക്ക് യുവർ ടൈം. പുള്ളി ക്യാമറ വെച്ച് തന്നു. ആ ഒരു മൂമെൻറ്റിലേക്ക് എത്താൻ ഞാൻ ടൈം എടുത്തു, നമുക്ക് പെട്ടെന്ന്. പക്ഷേ ആ മൂമെൻറ്റിലേക്ക് എത്താൻ പുള്ളി വെയിറ്റ് ചെയ്തു, പുള്ളി എന്നെ സഹായിച്ചു, ചെയ്തു. ഇപ്പം ഞാൻ വിചാരിച്ച പോലെ ഞാനത് ചെയ്തു. പുള്ളിക്ക് 2 ഓപ്ഷൻസും കൊടുത്തു. പുള്ളിക്ക് എൻ്റെ വേർഷൻ വർക്കായി. അതായത് തീർച്ചയായിട്ടും സംവിധായകനാണെല്ലാം. കാര്യം ഒരു തിരക്കഥാകൃത്ത് ഒരു സിനിമ എഴുതുന്നത് ഒരു പക്ഷെ 1 വർഷം എടുത്തിട്ടായിരിക്കാം. ഈ 1 വർഷം എടുത്ത് തിരക്കഥാകൃത്ത് ഒരു തിരക്കഥ എഴുതിയിട്ട് ഒരു സംവിധായകൻ അതിൻ്റെ മേലെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം പണിയെടുത്തിട്ടുണ്ടാവാം. ഇപ്പോൾ ഒരു സിനിമ നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം എൻട്രി ചെയ്യുന്നതാണ് ആക്ടേഴ്സ്. അപ്പോൾ എന്നേക്കാളും അറ്റ് എനി ടൈം ലേൺഡാണ് അതിൻ്റെ റൈറ്ററും അതിൻ്റെ ഡയറക്ടറും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും. ഇപ്പോൾ നല്ല ആക്ടേഴ്സ് ആകുന്നത്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള നല്ല ആക്ടേഴ്സ് ഡയറക്ടേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും വിഷൻ്റെ മുകളിൽ പോകുന്ന ആളുകളാണ്. ഇപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഓരോ മാസങ്ങളിലും അല്ലെങ്കിൽ ഓരോ 3-4 മാസം കൂടുമ്പോൾ ആലോചിക്കും നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ജീവിതത്തിലൊരു വ്യക്തി എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ നടന്നുള്ള തരത്തിൽ നമ്മൾ എന്ത് നേടി, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ എനിക്ക് സ്വയം തോന്നിയിട്ടുള്ളത് ഒരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ചെറിയ അല്ലെങ്കിൽ 0.1-0.2% ആസ് ആൻ ആക്ടർ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് തികച്ചും സന്തോഷമുള്ളൊരു കാര്യം. പിന്നെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ സിനിമ ഒരു ബിസിനസ്സായി, ഒരു സിനിമ ഒരു ബിസിനസ്സാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കുള്ള അവസരങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ സെല്ലബിലിറ്റിയിലാണ്. നിങ്ങൾക്കൊരു മാർക്കറ്റുള്ള താരമാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ
പോപ്പുലർ ആകുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്കൊരു കമേഴ്ഷ്യൽ മാർക്കറ്റ് വരിക എന്നുള്ള ആവശ്യമാണ്. അപ്പം ലൈക്ക് പക്ഷെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും സിനിമകൾ ചെയ്യാറില്ല. ഓക്കെ, ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേമം തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരുന്നു. ഭയങ്കര, അതായത് അൽഫോൺസ് പുത്രൻ എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത് 5 ദിവസത്തെ ഷൂട്ടിനാണ്. അപ്പം നിവിൻ പോളി നമ്മുടെ കണ്ടംപററി ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ കാലഘട്ടങ്ങളൊന്നായിരുന്നു. ഇപ്പം ഞാൻ അല്ലെങ്കിൽ എനിക്കൊരു മേജർ ബ്രേക്ക് കിട്ടിയത് അപൂർവരാഗമാണ്. നിവിൻ തട്ടത്തിമറയത്തിൽ മറ്റേ മലർവാടി ആർട്സ് ക്ലബ്ബിൽ വന്നപ്പോൾ കണ്ടംപററിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ 5 ദിവസത്തെ ഒരു വർക്കാണ് അൽഫോൺസ് എനിക്ക് ഓഫർ ചെയ്തത്. പക്ഷേ അപ്പോഴും ഞാൻ മേക്കറിനെ ട്രസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളെ ക്യാരക്ടർ വർക്കായി കഴിഞ്ഞപ്പോൾ അവിടെയാണ് ഒരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസ്. നമ്മളില്ലാത്ത സ്പേസസിലും അൽഫോൺസ് കൊണ്ട് നമ്മളെ പ്ലേസ് ചെയ്തിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, പക്ഷേ ഇതൊന്നും നമ്മൾ ഒബ്ജക്റ്റീവ്സ് വെച്ച് ചെയ്യുന്നതല്ല. ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഹിറ്റാകും, അപ്പോൾ നമ്മൾ പോപ്പുലർ ആകും, അങ്ങനെ ചെയ്യുന്നില്ല. ശരിക്കും നമ്മളെ ഈ ക്യാരക്ടർ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സിനിമ നല്ലൊരു കൂട്ടായ്മയിൽ നിന്നാണോ ഉണ്ടാകുന്നത്, ഈ സിനിമ നല്ലൊരു മേക്കറിൻ്റേതാണോ, അല്ലെങ്കിൽ ഇത്ര നല്ല ടെക്നിക്കൽ ടീമാണോ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. വിജയരഹസ്യം പറയാൻ ഉള്ള ഒരു അതോറിറ്റിയും ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ വെറും ഒരു സാധാരണ നടനാണ്. ഓക്കെ, സിനിമക്ക് ഒരിക്കലും ഒരു ഫോർമുല ഇല്ല. സിനിമക്ക് ഫോർമുല ആണെങ്കിൽ നമുക്കത് ഫോളോ ചെയ്താൽ പോരെ, എല്ലാ പടവും ഹിറ്റാവില്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞതിനോടുള്ളൊരു മറ്റേ പ്രേമം എന്ന് പറഞ്ഞ സിനിമയിലെ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ എനിക്കറിയായിരുന്നു ഈ പടം ഹിറ്റാണെന്നല്ല. ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തിരുന്നു. പ്രേമം സിനിമ ഉണ്ടായിരിക്കുന്നത് മറ്റു പലരും കരുതുന്ന പോലെ പെട്ടെന്നൊരു ദിവസമല്ല. അതായത് അൽഫോൺസിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ ശബരി, കിച്ചു, രാജേഷ്, ഇവരൊക്കെ നേരം കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്ന ആളുകളാണ്. ഇപ്പോൾ രാജേഷ് മുരുകേഷ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ നേരത്തിന് ശേഷം ചെയ്യുന്ന പടമാണ് പ്രേമം. നേരം പോലത്തെ ഒരു സിനിമയിൽ വളരെ നന്നായി മ്യൂസിക് ചെയ്ത ഒരാൾക്ക് വേറെ അവസരം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ ഇവരുടെ ഒരു 1.5 വർഷത്തെ പ്രയത്നമുണ്ട് സിനിമയുടെ പുറകെ. അപ്പോൾ സിനിമക്ക് അങ്ങനെ ഒരു ഫോർമുലയൊന്നും ഇല്ല. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു സിനിമയെ സമീപിക്കുക, സിനിമ എന്ന കലയെ പൂർണ്ണമായി ആത്മാർത്ഥമായിട്ട് നമ്മൾ സത്യസന്ധമായിട്ട് അപ്രോച്ച് ചെയ്യുക. ഒരു കഥാപാത്രത്തെ ഇപ്പോൾ ആസ് ആൻ ആക്ടർ എനിക്ക് ചെയ്യാവുന്ന കാര്യം, ഒരു കഥാപാത്രം ഇപ്പോൾ ഉറുമ്പുകൾ ഉറങ്ങാറില്ല, അല്ലെങ്കിൽ ഇനി ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പടം വരുന്നുണ്ട് 24-ാം തീയതി, കൊഹിനൂർ എന്ന് പറഞ്ഞ പടം. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് വിനയ് ഗോവിന്ദ്, അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അപ്പോൾ അതിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. അത് നല്ല ടീമാണ്. അപ്പോൾ ഒരു നടൻ എന്നുള്ള തരത്തിൽ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, എന്നെ വിശ്വസിച്ച് അതിൻ്റെ സംവിധായകനൊരു വേഷം തരുമ്പോൾ, അതിൻ്റെ തിരക്കഥാകൃത്ത് നമുക്കൊരു വേഷം തരുമ്പോൾ അതിനെ എത്ര ആത്മാർത്ഥമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് എത്രത്തോളം ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും അത്രത്തോളം ചെയ്യും. അത്ര മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ.